രണ്ട് വള്ളത്തിൽ കാലുവെച്ച് നീന്തുന്ന അവസ്ഥയാണ് വരുൺ ഗാന്ധിക്ക്. കോൺഗ്രസിനോട് എന്ത് തീരുമാനം പറയണമെന്ന അവസ്ഥയിലാണ് നേതാവ്. ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചത് വരുണിനെ തളർത്തി എന്നു തന്നെ പറയാം. പിന്നാലെ വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിയും എത്തി. എന്നാൽ എന്ത് മറുപടി നൽകണമെന്ന് മാത്രം നേതാവിനറിയില്ല. ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ളതിനാലാണ് വരുണിനെ ബി.ജെ.പി. ഒഴിവാക്കിയതെന്നും അദ്ദേഹത്തിനായി കോൺഗ്രസിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നുമാണ് അധിർ ചൗധരി പറഞ്ഞത്. മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത വരുൺ ഗാന്ധിയുടെ തുടർ നീക്കങ്ങൾ നിർണായകമായേക്കാവുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ചൂണ്ടയിട്ടു നോക്കുന്നത്. വരുൺ ഗാന്ധി മികച്ച പ്രതിച്ഛായയുള്ളയാളാണ്. അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ല. ഗാന്ധിയൻ ആദർശങ്ങളോട് താല്പര്യമുണ്ട്. ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം കാരണമാണ് വരുണിന് സീറ്റ് നിഷേധിച്ചതെന്നും വരുൺ കോൺഗ്രസിൽ തന്നെ എത്തുമെന്നും അധിർ രഞ്ജൻ ചൗധരി ഈ അവസരത്തിൽ പറയുകയും ചെയ്തു. പിലിഭിത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതു മുതൽ വരുൺ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ബി.ജെ.പിക്ക് വേണ്ടി ഇത്രയും കാലം സേവനമനുഷ്ഠിച്ച് അവസാനം തന്നെ മാറ്റി നിർത്തിയത് നേതാവ് ഞെട്ടലോടെയാണ് കേട്ടത്. മോദിയുടെയും യോഗിയുടെയും നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചതാണ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമായത്. നേതാവ് നാമനിർദ്ദേശ പത്രിക വാങ്ങിവെച്ചിട്ടുണ്ടെന്നാണ് വിവരം. സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കമുണ്ടെന്നും പറയപ്പെടുന്നു. സമാജ്വാദി പാർട്ടിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹവുമുണ്ട്. അങ്ങനെയെങ്കിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായി അമേഠിയിൽ മത്സരിക്കാൻ നീക്കമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വരുണിന്റെ തുടർ നീക്കങ്ങൾ കാത്താണ് കോൺഗ്രസ് അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതെന്നും പ്രചരണമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും ഗാന്ധി കുടുംബ പാരമ്പര്യം അങ്ങനെ അമേഠിയിൽ നിലനിർത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതേസമയം വരുണിന്റെ അമ്മയും സുൽത്താൻപൂരിലെ സിറ്റിംഗ് എംപിയുമായ മനേകാ ഗാന്ധിക്ക് ബി.ജെ.പി. വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദയാണ് പിലിഭിത്തിയിൽ നിന്ന് ഇത്തവണ ബി.ജെ.പി. ടിക്കറ്റിൽ വരുണിനു പകരം മത്സരിക്കുക. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ 2 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ് ജിതിൻ. രാഹുൽ ഗാന്ധിയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2014-19 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരുന്നു അദ്ദേഹം. 2 വർഷം മുൻപാണ് ബി.ജെ.പിയിൽ ചേർന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് മന്ത്രിസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നടി കങ്കണ റണാവത്തിനും ബി.ജെ.പി. സീറ്റ് നൽകിയിട്ടുണ്ട്. നേരത്തെ നടിക്ക് സീറ്റ് നൽകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇത് സത്യമായിരിക്കുകയാണ്. ബി.ജെ.പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശക്തമായി പിന്തുണയ്ക്കാറുണ്ട് കങ്കണ. വ്യവസായ ഭീമൻ നവീൻ ജിൻഡാൽ, രഞ്ജിത്ത് ചൌതാല, മുൻ കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ എന്നിവരും 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി കുമാർ ചൌബെ, വി.കെ. സിംഗ്, മുൻ കേന്ദ്രമന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെ എന്നിവർക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ മകൻ രഞ്ജിത്ത് ചൌതാല ഹിസാറിൽ നിന്നാണ് മത്സരിക്കുന്നത്. രാമായണം സീരിയലിൽ ശ്രീരാമനെ അവതരിപ്പിച്ച നടൻ അരുൺ ഗോവിൽ മീററ്റിൽ നിന്ന് മത്സരിക്കും. ഏതായാലും ബി.ജെ.പിയുടെ ലിസ്റ്റിൽ കോടിപതികളും സെലിബ്രിറ്റികളുമാണ് താരങ്ങൾ. അവിടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വന്ന വരുൺ ഗാന്ധിയെ പുഷ്പം പോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി. ഒരു കാര്യം ഉറപ്പാണ്, ഈ അടുത്തു തന്നെ വരുണിനെ കോൺഗ്രസിൽ പ്രതീക്ഷിക്കാം.